ഇത് കണ്ട സംഭവം, ഇത് മഹീന്ദ്രയുടെ താർ. നമ്മൾ ഇന്നതൊരു അടിപൊളി ഒരു ഓഫ് റോഡ് പോവാണ്. ഓക്കെ പോവാം. നമ്മൾ കയറി ഓഫ് റോഡിനല്ല അടിപൊളി വീഡിയോ ഒക്കെ കുറേ വരും. ജൂന ചേട്ടാ, നമ്മൾ എവിടെയൊക്കെയാണ് ഓഫ് റോഡ് പോകുന്നതെന്ന് പറഞ്ഞേ. നമ്മള് ഇവിടെ നോക്കി വലിയ മല കാണാം. മലയുടെ മുകളിലേക്കാണ് പോകുന്നത്. ഒറ്റമല എന്ന് പറഞ്ഞ മല ഇപ്പം വിസ്റ്റൊന്നും കൂടി കാണാൻ പറ്റാത്തതാണ്. ഞങ്ങളിപ്പം കാന്തല്ലൂർ ടൗൺ എത്തിയേട്ടാ. ഇതാണ് കാന്തല്ലൂർ ടൗൺ. നമ്മൾ താമസിച്ച അവിടെ നിന്ന് ഒരു കിലോമീറ്റർ ഇല്ലല്ലേ, ജസ്റ്റ് 1 കിലോമീറ്റർ ഇല്ല, ഒരു 800 മീറ്റർ ഒക്കെ ഉള്ളൂ. ഇവിടുന്ന് ലെഫ്റ്റ് അല്ലേ പോകണ്ട നമുക്ക് ഒറ്റമല. ഓക്കെ, ഇതാണ് കാന്തല്ലൂർ ടൗൺ. ചെറിയ ടൗൺ ആണ്, പക്ഷെ അത് ഭയങ്കര സെറ്റപ്പ്. നമുക്ക് ഭയങ്കര 24 മണിക്കൂറും ഭയങ്കര തണുപ്പായിരിക്കും ഇവിടെ. ഇത് നമ്മുടെ ഇവിടുത്തെ വിറകെല്ലാം കൊണ്ടുപോകുന്ന വണ്ടി. കണ്ടാ ഫ്രീക്കാണ്. അയ്യോ പൊളിയല്ലേ. ഈ ഒരു ടൈമിന് ഇവിടെ വരാൻ പറ്റിയ ടൈം അല്ലേ, നവംബർ ഡിസംബർ അല്ലേ? അടുത്ത മാസം നല്ല മിസ്റ്റായിരിക്കും. പിന്നെ ഈ ഒരു കഴിഞ്ഞ ആഴ്ച വല്ല കഴിഞ്ഞ ആഴ്ച ഒന്നും ഞാനീ കുടി വന്നിട്ട് ഒന്നും കാണുന്നുണ്ടായില്ല. നിങ്ങൾ ആദ്യത്തെ ഇതിലിട്ടല്ലേ വീഡിയോ എനിക്കിട്ട് തന്ന വീഡിയോ, വണ്ടി കൊണ്ടുവന്ന ടൈമിന് ആദ്യം പോയത്. ഓ ഇന്നലെ ഭയങ്കര മിസ്റ്റാക്കി. അത് അത്ര വലിയ മിസ്റ്റല്ല. എന്തായാലും താറുമായിട്ട് നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ മിസ്റ്റ് കയറി ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായി. എന്താവും എന്തോ ഫ്രണ്ടിലോട്ട് പോയി കഴിയുമ്പോൾ. എന്തായാലും നോക്കാം. ഓക്കെ, ഇവിടെ ഉണ്ടോ? ഇവിടെ ഒരു അമ്പലമുണ്ട്. ചേട്ടാ ഇതെന്താ സംഭവം, ഇതിനെ പറ്റി പറഞ്ഞു. ഇതെന്തായി? ഇത് അഞ്ചുനാട് ടെമ്പിളാണ്. അഞ്ചുനാട് ടെമ്പിൾ നമ്മൾ ഒറ്റമലയ്ക്ക് പോകുന്ന വഴിയാണ്, ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ്. ഇത് എന്ന് വെച്ചാൽ വർഷത്തിലൊരിക്കൽ 5 നാട്ടിലുള്ള ഈ കാന്തല്ലൂരിൻ്റെ ശരിക്കുള്ള പേര് അഞ്ചുനാട് എന്നാണ്. 5 നാട്ടിലുള്ള എല്ലാവരും ഇവിടെ വന്നിട്ട് ഒരു ടൈം മാത്രം വർഷത്തിലൊരിക്കലൊരു ഉത്സവം ഉണ്ടാവും. ആടിന് വെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് സ്ത്രീകളെ പ്രവേശിപ്പിക്കില്ല. ലേഡീസിന് കയറാൻ പാടില്ല, ആണുങ്ങൾക്ക് മാത്രമേ കയറാൻ പാടുള്ളൂ. നിങ്ങൾ ഈ നാട്ടിൽ കിടന്നിട്ട് അട്ടനെ പേടിയാ? എനിക്ക് പേടിയായിട്ടല്ല, എനിക്ക് അട്ട ഒരു ചെറിയ ഇറിറ്റേഷൻ. അട്ട കടിച്ചേക്ക് ഭയങ്കര ചൊറിച്ചിലായിരിക്കും ചിലവർക്ക് പേടിക്കാൻ. ചിലവർക്ക്, പക്ഷെ ആർക്കും അട്ട കടിച്ച് അറിയാറ് പോലുമില്ല. ബ്ലഡ് എന്താ നിൽക്കൂല.
വണ്ടി പൊളിയാട്ടോ ഒരു രക്ഷയില്ല. വണ്ടി വണ്ടിയാടാ നമ്മൾ ദൂരെ 4 വീലർ ഒന്നും ഇട്ടിട്ടില്ല, 4X പോലും ഇട്ടിട്ടില്ല. 4X ഓടിക്കേണ്ടതാണ്. അതൊന്നും ഇടാനാ പോകുന്നത്. നമ്മൾ റോട്ടിൽ ഓടിക്കുന്ന പോയിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റമല ഏകദേശം എത്താറായിട്ടുണ്ട്. ഫുള്ള് ഈ മിസ്റ്റ് കയറി കവർ ചെയ്ത് നിൽക്കുക. ഒറ്റമലക്ക് അടുത്താണ് ഇവിടെ, കുറച്ച് നടന്നാൽ മതി ഒറ്റമല. കണ്ടോ ഇതാണ്, കണ്ടോ നമ്മൾ താറിലൊക്കെ പൊളിച്ച് ഒരു രക്ഷയില്ലാത്ത വണ്ടി കേട്ടോ. കയറി ഇങ്ങനെ ഒരു 4x4 റോഡിൽ ഇട്ടില്ല, സാധാ റോഡിൽ ഓടുന്ന ഇതിൽ തന്നെ വണ്ടി കയറി വന്നത്. പൊളിയല്ലേ ക്ലൈമറ്റ്. വരാൻ പറ്റുമോ? പിന്നെ ഞാൻ പോണ ഈ സാധനം മാറ്റിട്ടാൽ മതി, തെന്നും. ഇതിനകത്ത് വലിയൊരു കുഴിയാണിത്. ആണോ? ഇത് ശരിക്കും വലിയൊരു കുഴിയാണ്. നമ്മളിതേ ഇവിടെ ഫുള്ള് ഈ മരങ്ങളൊക്കെ വട്ടം കിടക്കിയത്, ഇവിടെ കുഴിയുമാണ്. ഇത്തിരി റിസ്ക്കാണ് വണ്ടി എടുത്ത്. ഇന്നലെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ആ മഴയിൽ കാറ്റിലും കുറേ മരങ്ങൾ വീണ. പിന്നെ ഇവിടെ ഈ വിറക് വെട്ടിക്കൊണ്ട് പോകുന്ന വണ്ടി വരുന്നുണ്ട്. നമ്മള് ഒറ്റമല എത്തിയിരിക്കുക ചേട്ടാ. ഒറ്റമല അല്ലേ ഇത്? ഒറ്റമല എത്തിയിരിക്കുക കേട്ടോ. നമുക്ക് ഇനിയിപ്പോൾ അങ്ങോട്ട് നടന്നു വേണം പോകും, വണ്ടി ഇനി കയറത്തില്ല. ഒരു രക്ഷയില്ല, കിടിലൻ ഓഫ് റോഡായിരുന്നു കേട്ടോ. ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട്, എനിക്ക് ചെറിയ വെള്ളച്ചാട്ടമല്ല, ഒരു ചെറിയൊരു അരുവി. അതിങ്ങനെ ഒഴുകി നമ്മൾ അവിടെ നിന്ന് കുറച്ച് ദൂരം പറഞ്ഞു കേട്ടോ. ഉള്ളിലാണ്, ഈ ഫോറസ്റ്റ് ഏരിയ ആണ്. വെള്ളം ഒഴുകി അരുവിയാണ്. ഒത്തിരി അങ്ങ് പോകും. അപ്പോൾ ഒറ്റമലയിലോട്ട് പോകേണ്ടത് ഇവിടുന്ന് അങ്ങോട്ടാണ് ഒറ്റമല. നമ്മളവിടെ ഒരു ജീപ്പുണ്ട്, ഒരു ഫ്രീക്ക് ജീപ്പ് എന്നൊക്കെ പറയില്ല, ആ ജീപ്പ് ഇതുവഴി കയറുന്നതാണ്. നോക്കി കാറും കൊണ്ട് വരായിരുന്നു, പക്ഷേ റിസ്ക്കാണ്. ചെറിയൊരു വെള്ളം അരുവിന്ന് പറയാൻ പറ്റില്ല. ഒറ്റമലയിലോട്ട് നമ്മള് ഒറ്റമലയിലോട്ട് പോയിക്കൊണ്ടിരിക്കട്ടാ. അട്ട എല്ലാവരുടെയും കാലിൽ അട്ട കടിച്ചിട്ടുണ്ട്. പുതിയൊരു കണ്ടുപിടുത്തമായിട്ട് നമ്മുടെ ചേട്ടൻ സാനിറ്റൈസർ ഒഴിച്ചാൽ മതി ചേട്ടാ, അട്ട പോവും. എന്തായാലും ഞങ്ങളത് പരീക്ഷിച്ച് 100% വിജയം കണ്ട് അല്ലേ. എന്തായാലും പൂളി ക്ലൈമറ്റ് കേട്ടോ. ഇത് നോക്കിയേ, ഇപ്പം ടൈം എത്രയാടാ? 11:30. 12 മണി ആയിട്ടുള്ളൂ ഉച്ചക്ക്. നടന്നാലാണ് അട്ട കാലം കേട്ടോ. ആണോ? ആ ഓക്കെ. അടുത്ത ഇത് വന്നിട്ടുണ്ട് ചേട്ടൻ്റെ. അതായത് പതുക്കെ നടന്നു പോയി കഴിഞ്ഞാൽ അട്ട നമ്മുടെ മേത്ത് കയറും. സ്പീഡിൽ പോയി കഴിഞ്ഞാൽ കയറത്തില്ല കേട്ടോ. അത് പരീക്ഷിക്കണം നമുക്ക്. സ്പീഡിൽ നടക്കണ കുഴഞ്ഞല്ലേട്ടാ കയറി. ഇനിയുണ്ടോ ചേട്ടാ? ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തമിഴ്നാട് കാണാൻ പറ്റുമോ? കാണാൻ പറ്റും, പക്ഷെ ഇപ്പം മിസ്റ്റ് അല്ലേ, മിസ്റ്റ് ഒന്നും മൂടി കിടക്കല്ലേ. അല്ലെങ്കിൽ ഭയങ്കര വ്യൂ ആണ് ഈ സൈഡ്. ആണല്ലേ? എന്തായാലും സംഭവം പൊളിയാ. ഒരു കാര്യം പറയട്ടെ, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരു വലിയ വ്യൂ ഉണ്ട്, പക്ഷെ നമുക്ക് അതിന്ന് കാണാം. കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്, പക്ഷേ പോയിട്ട് കാര്യമൊന്നുമില്ല. ഈ ഒരു മിസ്റ്റ് ഇങ്ങനെ കയറി നിൽക്കുന്നതുകൊണ്ട് ഈ സിറ്റുവേഷൻ മോശമാണ്. നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല അവിടെ ചെന്നാലും. പിന്നെ നമ്മൾ വെറുതെ അങ്ങോട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. നമുക്ക് ജൂനോ ചേട്ടൻ പറഞ്ഞ് തിരിച്ചങ്ങ് പോയേക്കാം, അതായിരിക്കും നല്ലത്.
റിസോർട്ടിൽ നിന്ന് നമ്മൾ പതുക്കെ ഇറങ്ങണം. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എന്തായാലും ഈ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ വിളിക്കുന്നത് പറയുകയാണെങ്കിൽ 10% ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ ബുക്കിങ്ങിനും കാര്യം താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലോട്ട് വിളിച്ചാൽ മതി. എന്തായാലും നിങ്ങളൊക്കെ ഒന്ന് വന്നിരിക്കേണ്ട സ്ഥലമാണ് ഈ കാന്തല്ലൂർ. പൊളിയാണ്. അപ്പം ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇനി കാന്തല്ലൂരിലെ വിശേഷങ്ങളൊക്കെ ഇവിടം കൊണ്ട് തീരുവാണ്. അപ്പം പോകുന്ന വഴിയിലുള്ള ഒരു അടിപൊളി ഒരു 2 വാട്ടർഫോൾസ് ഉണ്ടാകും. ഒന്ന് അവിടെ നല്ല ഷവറിൽ, അതായത് ഷവറിൽ നിന്ന് വാട്ടർ ഇങ്ങനെ വീഴുന്ന പോലത്തെ ഒരു ഫീലിംഗ്. ഇത് ഒന്ന് വേറെ പൊള്ളിയാണ്. അപ്പം ഞങ്ങൾ ഇന്നലെ താമസിച്ച ചീരി ഹിൽസിൽ ജൂനോ ചേട്ടൻ പറഞ്ഞായിരുന്നു നമുക്ക് പോകുന്ന വഴി ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് കയറാം. അപ്പം പുള്ളീനെ വെറുതെ കൊണ്ട് വരുത്തിക്കേണ്ടെന്ന് പറഞ്ഞു. പോകുന്ന വഴി തന്നെയാണ്. പുള്ളി നമുക്ക് താറോട്ട് വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു വേണ്ട, ഞങ്ങളത് പൊക്കോളാന്ന് പറഞ്ഞു. എന്താ വെള്ളം ഒഴുകി വരുന്നുണ്ടാ? ഇത് കണ്ടോ, ഇതൊരു ഹിഡനായിട്ട് കിടക്കുന്നൊരു വാട്ടർഫോളാണ്. ഞങ്ങൾ 4 പേര് മാത്രമേ ഉള്ളൂ. നല്ല ശാന്തസുന്ദരമായ സ്ഥലവും ആ വെള്ളത്തിനൊക്കെ സൗണ്ട് കേട്ടോ, അടിപൊളിയാണ്. വലിയ രക്ഷയില്ല, കിട്ടില്ല സ്ഥലമാണ്. വേറെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് ഇവിടെ, നോക്കിക്കേ, ഷവർ. ഇതാണ് പൊളി, നോക്കിക്കോണേ, വേണ്ട. ഓ എൻ്റെ, ഇത്രയും നല്ലൊരു വാട്ടർഫോൾ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. ഇതേപോലെ നല്ല ഷവറിൽ നിന്ന് വെള്ളം വീഴുന്ന പോലെ നോക്കിയാ, എന്താ കിട്ടില്ല. ഇതുണ്ടോ, അവിടെ ഉണ്ടോ, അത് പൊളിയാ. ഇതുണ്ടോ, ഇത് ഇവിടുന്ന് വരുന്ന വെള്ളമാണ്. വീട്ടില് ഇത് നമുക്ക് ഇപ്പം ഞങ്ങൾ താമസിച്ച റിസോർട്ടിൽ നമുക്ക് അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും ജീപ്പിൽ. പക്ഷേ ടൈമില്ലാത്തതുകൊണ്ട് നമ്മൾ പോകുന്ന വഴി തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് കയറിയതാണ്. അപ്പം അവരവിടുന്ന് ജീപ്പിൽ വേണമെങ്കിൽ ഇവിടെ വന്ന് നമ്മളെ ഈ വെള്ളച്ചാട്ടമൊക്കെ കാണിക്കുക. അടിപൊളി വെള്ളച്ചാട്ടം, സൂപ്പർ. ഭൂമിക്ക് എത്ര ഹൈറ്റിൽ നിന്നാണ് വെള്ളം വരുന്നത്, പൊളിയാണ്. കാന്തല്ലൂർ എന്ന് പറയുന്നത് അടിപൊളി ഡെസ്റ്റിനേഷൻ ആട്ടോ. നിങ്ങൾ ഫാമിലി ആയിട്ടോ ബാച്ചിലേഴ്സ് ആയിട്ടൊക്കെ വന്ന് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യണം. പ്രത്യേകിച്ച് ചീനി ഹിൽസ്, നല്ല സർവീസ്, പക്ക ഫുഡ്, അടിപൊളിയാണ് കേട്ടോ അവിടെ. അപ്പം ബുക്കിങ്ങിനൊക്കെ ആയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ എടുത്തിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടിട്ടാണ് അവിടെ വിളിക്കുന്ന പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 10 മുതൽ 15% വരെ ഡിസ്കൗണ്ട് ഉണ്ടാവും. പിന്നെ ഇപ്പോൾ സൗണ്ട് ക്ലിയർ അല്ലെങ്കിൽ മനോഹരമായ ഈ വെള്ളം ഒഴുകുന്ന സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നുണ്ട്, സൗണ്ട് ചിലപ്പം വ്യത്യാസം വരും. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ പുതിയ അടുത്ത നല്ല അടിപൊളി ഡെസ്റ്റിനേഷനും നല്ല താമസിക്കാൻ പറ്റിയ പ്രോപ്പർട്ടി ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക, അത് മറക്കില്ല, നല്ല നോട്ടിഫിക്കേഷൻ വരുന്നുള്ളൂ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.